ഇതെന്താ പരിപാടി? ഇത് ഞാന് ബോഗൻവില്ല ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അത് സക്സസ് ആയോ എന്ന് ചെക്ക് ചെയ്താ നോക്കുമ്പോ സക്സസ് ആയിട്ടുണ്ട്, മുള വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇത് എങ്ങനെയാ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണോ അറിയാത്തത്. അപ്പൊ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്കൊരു വീഡിയോ ആക്കിട്ട് തന്നെ ചെയ്യാലോ. ഇത്രയും വലിയ തിമ്മയാ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇത് വേര് പിടിപ്പിച്ചെടുത്ത ബോഗൻവില്ലയാണ്. ഇത് റൂട്ട് സ്റ്റോക്ക്, ഇത് സയോൺ. ഇതൊരു സുഫിയ ഇന്ത്യാന മറ്റുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റീന്റെ ബോഗൻവില്ലിന്റെ സയോണാണ്. സയോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കൊമ്പ് മറ്റതിന്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത്. ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് നോക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള റെഡ് കളർ, റെഡിന്റെ ആണ് ഇത് ചെയ്തത്. പൊടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നതാണ്. അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. അപ്പം തുടങ്ങിയാലോ. ഇതിന് വേണ്ട സാധനങ്ങൾ കാണിക്കണ്ട. ആദ്യം ഒരു ഗ്രാഫ്റ്റിംഗ് നൈഫാണ്. ഇത് പിന്നെ ചെറിയ ഇതിനായിട്ട് ഉണ്ടാക്കിപ്പിച്ചാണ്, ഗ്രാഫ്റ്റിംഗിന് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഗ്രാഫ്റ്റിംഗ് നൈഫ് എന്ന് പറയുന്ന സാധനത്തിന്. പിന്നെ വേണ്ടത് ടാപ്പാണ്, അതായത് പിന്നെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് എന്ന് പറയുന്നത്. റൂട്ട് സ്റ്റോക്കിന്റെ അതേ സൈസിലുള്ള സയോണുമാണ് നമുക്ക് എടുക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മളത് അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം. ചെയ്തു വെച്ചു. ഈ സയോണിനെ വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാണ് ഫസ്റ്റ് ചെയ്യുക. അതായത് ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക. ചെരിച്ച് ഒരു കട്ട് ഇങ്ങനെ കൊടുക്കുക. രണ്ടാമത്തത് തിരിച്ചിട്ട് ഇതുപോലെയും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു വി ഷേപ്പായി കിട്ടും. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഒരു പിളർപ്പ് കൊടുക്കാം. ഇങ്ങനെ ഒരു പിളർപ്പ് കൊടുക്കാം. ഇതിന്റെ സെന്ററിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഇതിനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇനി വേണ്ടത് നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇതിനോട് ചുറ്റി കൊടുക്കലാണ്. നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അടുത്തത് ഈ കവറിന് നമ്മളൊന്ന് നനച്ചെടുക്കണം. വെള്ളം ഈ സഞ്ചിയിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് എക്സസ് ഉള്ള വെള്ളം ഒഴിവാക്കുക. ഒന്ന് കുടയാ ഇതിന്റെ മുകളിലേക്ക് വെക്കാം. ഇറക്കി വെച്ചു കൊടുക്കുക. ടാപ്പ് എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. ഇതിൽ യാതൊരു കാരണവശാലും എയർ കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ ഇനിയൊരു 18 ദിവസം കൊണ്ട് നമ്മൾ ഈ ചെയ്ത് വെച്ച ഇതിന്റെ മുകളിലേക്ക് മുള വരും. അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ സക്സസ് ആയില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചാണ് ഇത്. ഇങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ ഇതുപോലെ ഒരു മഞ്ഞിന്റെ ഒരു ഫീല് പോലെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കും. അപ്പോൾ ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം പിടിച്ചു കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇതിന്റെ മുകളിലൊരു 17 വെറൈറ്റീസോളം ഞാൻ ഇതിനോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 17 വെറൈറ്റീസോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു നവംബർ ഡിസംബറോട് കൂടിയിട്ട് ഫ്ലവർ വന്നു തുടങ്ങും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബോഗൻവില്ലാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും.